ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ CSEB എക്സാംസ് ഇങ്ങനെ എല്ലാ ഞായറാഴ്ചകളിലും തകൃതിയായിട്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലേ. ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഇപ്പോൾ നടന്ന എക്സാംസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ എന്താ, ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ അവിടെ നിന്നും അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം, ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ത്രൂ ഔട്ട് കാണുക കേട്ടോ. നോക്കിക്കേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ റൂൾ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഡാഷ് ഓൾ കേസസ്. ഇത് കണ്ണും പൂട്ടി എല്ലാവരും ആൻസർ പറയും, കാരണം നമുക്കിപ്പോൾ കഴിഞ്ഞൊരു എക്സാം ആയതുകൊണ്ട് ഇതിന്റെ ആൻസർ അറിയാം. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആപ്ലിക്കബിൾ എന്ന വാക്കിന്റെ കൂടെ നമുക്ക് എന്തൊക്കെ പ്രൊപ്പോസിഷൻസ് യൂസ് ചെയ്യാം? ടൂം യൂസ് ചെയ്യാം, ഫോറും യൂസ് ചെയ്യാം. അപ്പൊ എപ്പോഴാണ് ടു യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് ഫോർ യൂസ് ചെയ്യുന്നത്? ടു യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ള എല്ലാ കേസസിനുമാണ് നമ്മൾ ടു യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ എല്ലാ കേസിലും ബാധകമാണ്, സോ ടു ആണ്. ദ റൂൾ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഓൾ കേസസ്. അതേസമയം ഞാൻ പറയുകയാണ്, ദ ഡിസ്കൗണ്ട് ഇസ് ആപ്ലിക്കബിൾ ഡാഷ് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിന് മാത്രമാണ് ഡിസ്കൗണ്ട് ആപ്ലിക്കബിൾ. അപ്പൊ അവിടെ എങ്ങനെയാ വരിക? ദ ഡിസ്കൗണ്ട് ഇസ് ആപ്ലിക്കബിൾ ഫോർ സ്റ്റുഡൻസ്. അപ്പൊ സെലക്ടഡ് കേസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ്, അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ വരുമ്പോഴാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുന്നത് ആപ്ലിക്കബിളിനോടൊപ്പം. അല്ല എങ്കിൽ അതിനോടൊപ്പം ഉപയോഗിക്കുന്നത് ടു ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. എന്തായിരുന്നു? ഈ കേസ് കോമൺ ആയതുകൊണ്ട് ടു ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചേഞ്ച് ദ സെന്റൻസ് ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. നോബഡി ഹാസ് എവർ ഡിഫീറ്റഡ് ഹിം. നോബഡി ഹാസ് എവർ ഡിഫീറ്റഡ് ഹിം. സിമ്പിൾ ലോജിക് ആണ്. നിങ്ങളുടെ സെന്റൻസിൽ ഹാസോ ഹാവോ ഹാഡോ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം പാസീവ് വോയിസിലേക്ക് എന്ത് വരണം? BEEN വരണം. അപ്പൊ അത് വരാത്ത കേസസിനെയൊക്കെ നമുക്ക് അങ്ങ് വെട്ടാം. ഇവിടെ വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല, ഈ രണ്ട് കേസിലും വന്നിട്ടില്ല. ഇനിയുള്ളത് ബിയും ഡിയും ആണ്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത നോക്കിക്കേ. ഇവിടെ ഹാസ് ആണ്, ഇവിടെ ഹാഡ് ആണ്. അപ്പൊ നമ്മുടെ പാസീവ് വോയിസിൽ എപ്പോഴും ഞങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ടിപ്സ് ഉപയോഗിച്ചിട്ടാണ്, അല്ലാതെ ലാസ്റ്റ് മൊമെന്റ് ഇത് മുഴുവൻ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല, അല്ലേ? സോ അതുകൊണ്ട് നമ്മൾ അവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിപ്സ് ഉപയോഗിച്ച് പഠിപ്പിക്കും. പാസീവ് വോയിസിന് ഒരു 7 ടിപ്സ് ഉണ്ട്. ഈ 7 ടിപ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അതിൽ ഒരു ടിപ്പാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. ഹാസോ ഹാവോ ഹാഡോ ഉണ്ട് എങ്കിൽ അതിൻ്റെ കൂടെ BEEN വരണം. അപ്പൊ അതില്ലാത്ത 2 കേസ് നിങ്ങളവിടെ വെട്ടി, അല്ലെ? രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നോ ടെൻസ് ചേഞ്ച്. ഏത് ടെൻസിലാണോ ചോദ്യം കിടക്കുന്നത് അതേ ടെൻസിൽ തന്നെയായിരിക്കണം ഉത്തരവും കിടക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഏത് ടെൻസിലാണ് ചോദ്യം കിടക്കുന്നത്? ഹാസ് എന്ന് പറയുന്ന ടെൻസിലാണ്. അതായത് ഹാസ് എന്ന് പറയുന്ന ഏത് ടെൻസാണ്? പ്രസന്റ് ടെൻസിലാണ്. സോ ഉത്തരം എന്തിൽ തന്നെയായിരിക്കണം? പ്രസന്റ് ടെൻസിൽ തന്നെയായിരിക്കണം. ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ് വന്നിരിക്കുന്നത് ഹാഡ് എന്ന് പറയുമ്പോൾ. സോ അത് നമുക്ക് തെറ്റായ ഉത്തരവാണ്. സോ A boy, C boy, D boy. ആൻസർ ഇസ് ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? ആൻസർ ഇസ് ഓപ്ഷൻ ബി. മനസ്സിലായല്ലോ? സോ ആൻസർ ഹി ഹാസ് നെവർ ബീൻ ഡിഫീറ്റഡ്. അപ്പം ഇങ്ങനെയുള്ള പൊടിക്കൈകൾ വെച്ചാണ് നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിക്കേണ്ടത്. അല്ലാതെ നമ്മളിത് മുഴുവൻ പഠിച്ച് ഇതിന് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോവല്ല. നമുക്ക് ഈ എക്സാം ഒന്ന് ക്ലിയർ ചെയ്യണം, വേണ്ടേ? ഇനി അടുത്ത നോക്കിക്കേ. കംപ്ലീറ്റ് ദ സെന്റൻസ്. നോ വൺ ഹാസ് വോളണ്ടിയേർഡ്. നോ വൺ ഹാസ് വോളണ്ടിയേർഡ്. എന്താണ് ഓപ്ഷൻസ്? ബാക്കി ഫില്ല് ചെയ്യണം. Neither we do expect anyone to volunteer. Neither do we expect anyone to volunteer. Neither we do expect anyone to volunteer. Nor do we ഇത് രണ്ടും nor ആണ്. Nor do we expect anyone to volunteer. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുമ്പം nor വെച്ചിട്ടുള്ളത് വരില്ല. കാരണം nor വെച്ചിട്ടുള്ളത് വരണമെങ്കിൽ ഇവിടെ എന്ത് വരണം? neither അങ്ങനെ എന്തെങ്കിലും വേണം. neither anyone has volunteered എന്നോ അങ്ങനെ എന്തെങ്കിലും വേണം. സോ അത് വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത് ഓപ്ഷൻ അല്ല. സിയും ഡിയും നമുക്ക് വെട്ടാൻ പറ്റി. ഇനി നോക്കിക്കേ, എ ആണോ ബി ആണോ? നൈദർ വി ഡുവും നൈദർ ഡു വിയും ആണ്, അല്ലേ? അപ്പൊ നിങ്ങളിവിടെ ഓർക്കേണ്ടത് എന്താണെന്നറിയോ? നോ സൂണർ എന്ന് പറയുന്ന ഒരു കേസ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നോ സൂണർ പഠിച്ചിട്ടുണ്ട്, ഹാർഡ്ലി പഠിച്ചിട്ടുണ്ട്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്താ വരുന്നത്? നോ സൂണർ കഴിഞ്ഞാൽ ഹാഡ് വരും, അല്ലെങ്കിൽ ഡു വരും, ഡസ് വരും, ഡിഡ് വരും. ഇനി ഹാർഡ്ലി വന്നാലോ? ഹാഡ് വരും. ആ സെന്റൻസിന് അടുത്ത വാക്ക്, സെന്റൻസ് തുടങ്ങുന്നത് നോ സൂണറോ ഹാർഡ്ലിയോ വെച്ചാണെങ്കിൽ അതിന് അടുത്ത വാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് അല്ല, ഒരു ഓക്സിലറി വെർബാണ്. എന്തുകൊണ്ടാണ് അത് വരുന്നത്? കാരണം നോ സൂണറും ഹാർഡ്ലിയും എന്ത് തരം വാക്കുകളാണ്? സെമി നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വാക്കുകളാണ്. ക്ലിയർ ആണോ? നോ സൂണറും ഹാർഡ്ലിയും നെഗറ്റീവ് വാക്കുകളായതുകൊണ്ടാണ് നോ സൂണറിന് ശേഷവും ഹാർഡ്ലിക്ക് ശേഷവും എന്ത് വരുന്നത്? ഓക്സിലറി വെർബ് വരുന്നത്. അങ്ങനെ ഒരു വാക്ക് തന്നെയല്ലേ ഈ നൈദറും, അല്ലേ? സോ നൈദർ കഴിഞ്ഞിട്ട് എന്ത് വരണം? യെസ്, ഓക്സിലറി വെർബ് വരണം. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. മനസ്സിലായോ? ഇതുകൊണ്ടാണ് നൈദർ ഡു വി എക്സ്പെക്ട് എനിവൺ ടു വോളണ്ടിയർ. അല്ലാതെ പറഞ്ഞു കേൾക്കുന്നതിൽ സുഖം വെച്ചിട്ടല്ല അങ്ങനെ ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ.
Pick the correct antonym for the word benevolent. Benevolent എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട് കേട്ടോ, നോക്കിക്കേ. ഒന്നെന്ന് പറയുന്നതിന് നേരെ നമുക്ക് അർത്ഥം മനസ്സിലാക്കുക. ബെനവലന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കുക, BEN, ബെൻ എന്ന് പറഞ്ഞാൽ അതൊരു എപ്പോഴും നല്ലൊരു കാര്യത്തെ പറ്റി പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ മാൽ എന്ന് പറയുന്ന കീവേഡ് ഉണ്ട് എന്ന് വിചാരിക്കും, മാൽ. ഓക്കെ, ഈ മാൽ എന്ന് പറയുന്ന കീവേഡ് ഓൾവേസ് ഇറ്റ് ഷോസ് എന്താ, നെഗറ്റീവ് തിങ്സ്. ഫോർ എക്സാമ്പിൾ മാൽ ഫങ്ഷൻ, മാലിഗ്നന്റ്, അല്ലെ? അപ്പൊ ഇതെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സത്യം പറഞ്ഞാൽ ഈ ബെനവലന്റ് എന്ന് പറയുക. ബെനവലന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം അറിയാം. ജനറസ്, കൈൻഡ്, ഹെൽപ്ഫുൾ, അല്ലെ? ഇതെല്ലാം അതിന്റെ അർത്ഥമായിട്ട് വരും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? ആന്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ, ക്രൂവൽ. പിന്നെ വേറൊരു കാര്യവും കൂടി ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇത് മൂന്നും ഏകദേശം ഒരേ അർത്ഥം വരുന്നതാ. അപ്പൊ തന്നെ നമുക്കറിയാം എന്താണ്, ഇത് മൂന്നും അല്ല ഇതാണ്. അങ്ങനെയും ചിന്തിക്കാം കേട്ടോ. എനിവേസ് ആൻസർ ഇസ് ഓപ്ഷൻ എ. അടുത്തത്, select the correct form of the verb. Neither the teacher nor the students dash aware of the incident. Neither the teacher nor the students dash aware of the incident. Neither nor, അല്ലെ? neither nor വരുമ്പം, അതായത് neither nor, either or, not only but also, ഇത്രയും ആൾക്കാർ വരുമ്പം ഏത് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം? സെക്കൻഡ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. മനസ്സിലായോ? സെക്കൻഡ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. സെക്കൻഡ് സബ്ജക്റ്റ് ഏതാണ് ഇവിടെ? സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് എന്താണ്? പ്ലൂറൽ ആണ്. ഈ പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയാ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്, സ്റ്റുഡൻസ് ആണ്. സോ വെർബ് എങ്ങനെയായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്താ വരിക? Answer is option B, were. Neither the teacher nor the students were aware of the incident. അതായത് ഏതൊക്കെ ആൾക്കാരാണ്? neither nor, either or, പിന്നെന്താണ്? not only but also. ഇത്രയും ആൾക്കാരും, വേറെയും കുറച്ച് പേരുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഇത്രയും ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് സബ്ജക്റ്റിന്, അതായത് ആ വെർബിന് തൊട്ടടുത്ത് കിടക്കുന്ന സബ്ജക്റ്റിനായിരിക്കണം പ്രാധാന്യം വരുന്നത്. അങ്ങനെ അല്ലാത്ത വാക്കുകളുണ്ട്. ആസ് വെൽ ആസ് മച്ച് ആസ് മെനി ആസ്, അങ്ങനെ കുറേ വാക്കുകളുണ്ട്. ഒരു കോഡൊക്കെ വെച്ച് നമ്മൾ ക്ലാസ്സിൽ പഠിക്കാറുണ്ട്. അസ്മത്ത് ഫേമായി BA കമ്പനി ചെയ്തു. അത് മറ്റൊരു ദിവസം എടുക്കുക, അത് ഇച്ചിരി ടൈം വേണ്ട ഒരു സാധനമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലെറ്റ് us never forget our duties. Question tag. Let us never forget our duties. വളരെ ഈസിയാണ്. ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ ടാഗ് ഷുഡ് ബി ഷാൽ വി. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, ഷാൽ വി. ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ ടാഗ് ഷുഡ് ബി ഷാൽ വി. ഇനി choose the correct one word substitute. A person who believes that pleasure is a chief goal of life. സുഖഭോഗി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ല. അതായത് എല്ലാ സുഖങ്ങൾ മാത്രമാണ് ജീവിതം, ഒരു സുഖിച്ചിങ്ങനെ നടക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉള്ള പ്രത്യേകത എന്താണ്? സൈനിക് ആണോ, സ്റ്റോയിക് ആണോ, ഹെഡണിസ്റ്റ് ആണോ, ഒപ്റ്റിമിസ്റ്റ് ആണോ? ഇത് ശരിക്കും പറഞ്ഞ ഒരു ചേഞ്ച് ഇൻ എക്സാം പാറ്റേൺ ആണ്. കാരണം ഒരിക്കലും ഇച്ചിരി ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പൊതുവെ ടൈപ്പിസ്റ്റ് എക്സാംസിലും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാംസിലും ഒക്കെയാണ്, അതിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. ഇത് ആദ്യമായിട്ടാണ് സഹകരണ മേഖലയിലെ CSEB എക്സാംസിൽ ഈ ലെവലിലേക്ക് ക്വസ്റ്റ്യൻ സിനോണിംസും ആന്റോണിംസും കയറുന്നത്. പൊതുവെ ബെനവലന്റ് ഒക്കെ ശരിയാണ്, വരാറുണ്ട്. പക്ഷെ ഇത് ഒരു ഇച്ചിരി ലെവലിലേക്ക് കയറി. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ വരുന്നുണ്ട്, അതും ഒരു ലെവലിലേക്ക് തന്നെ കയറി എന്ന് പറയാം. അപ്പോൾ വൊക്കാബുലറി നമ്മളൊന്ന് കയറ്റി പഠിക്കണം. പക്ഷെ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് പല എക്സാംസിനും ചോദിക്കുന്ന വാക്കുകളാട്ടോ, അതുകൊണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, എന്താണ് ഹെഡണിസ്റ്റ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഹെഡണിസ്റ്റ് അതായത് ജീവിതത്തിലെ സുഖമാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ, സുഖഭോഗി, അതാണ് ഹെഡണിസ്റ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് സൈനിക് ആൻഡ് ഹു ഇസ് സ്റ്റോയിക്? സൈനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്താ പറയാ, ഇപ്പം ഒരാള് എന്തെങ്കിലും ഒരു കാര്യം, നല്ല കാര്യം ചെയ്തു എന്ന് വിചാരിക്കും, ആ ചെയ്യുമ്പം അയാൾക്ക് ഇത് കിട്ടാൻ വേണ്ടി അയാൾ ചെയ്തതാ എന്ന് ചിലർ പറയും, അല്ലെ? അയാൾ പാവം പിടിച്ച മനുഷ്യൻ നല്ലതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ കാണുമ്പോൾ പറയും എന്താ, പിന്നെ അയാൾ ഇത് ചെയ്തത് അയാൾക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അയാൾക്ക് ഇത് കിട്ടാൻ വേണ്ട. അങ്ങനെ ചിന്തിക്കുന്ന, അയാളുടെ ലാഭത്തിന് വേണ്ടിയാണ് അയാൾ അത് ചെയ്യുന്നത് എന്ന് ഇവിടെ ചിന്തിക്കുന്ന ആൾക്കാർ, അവർക്കാണ് നമ്മൾ എന്ത് പറയുക, സൈനിക് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുക. സ്റ്റോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും സഹിക്കും, വലിയ കംപ്ലൈന്റ് ഒന്നും പറയാതെ അങ്ങ് ടോളറേറ്റ് ചെയ്ത് സഹിക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ സ്റ്റോയിക് എന്ന വാക്ക് ഉപയോഗിക്കുക. ഒപ്റ്റിമിസ്റ്റ് നമുക്ക് പിന്നെ അറിയാം, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി കാര്യങ്ങളെ കാണുന്ന ആളാണ് ഒപ്റ്റിമിസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഹെഡണിസ്റ്റ് ആണ്, സുഖഭോഗി, പേഴ്സൺ ഹു ബിലീവ്സ് പ്ലഷർ ഇസ് എ ചീഫ് ഗോൾ ഓഫ് ലൈഫ്. അടുത്ത ക്വസ്റ്റ്യൻ, മൈ പ്രീവിയസ് ബോസ് ഓൾവേസ് ഇൻസിസ്റ്റഡ് ഡാഷ്, ഹി ഡിഡ്ന്റ് ടോളറേറ്റ് പീപ്പിൾ അറൈവിംഗ് ലേറ്റ്. പ്രീവിയസ് ബോസ് ഓൾവേസ് ഇൻസിസ്റ്റ് ചെയ്യുക, നിർബന്ധിക്കുക, എന്തിനോ വേണ്ടിയിട്ട്.
നേരത്തെ വരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഹി ഡിഡ്ന്റ് ടോളറേറ്റ് പീപ്പിൾ അറൈവിംഗ് ലേറ്റ്. അദ്ദേഹം ഒരിക്കലും ആളുകൾ വൈകി വരുന്നതിനെ ഒരു തരത്തിലും അനുകൂലിക്കാറില്ല. അപ്പൊ നോക്കിക്കേ, മൈ പ്രീവിയസ് ബോസ് ഓൾവേസ് ഇൻസിസ്റ്റഡ്. ഓപ്ഷൻസ് നോക്കാം. വി ബി ഓൺ ടൈം, വി വർ ഓൺ ടൈം, ടു ബി ഓൺ ടൈം, അസ് ടു ബി ഓൺ ടൈം. ഓക്കെ, ഇപ്പം അവിടെ ഇൻസിസ്റ്റഡ് ആരെ? ഞങ്ങളെ, അല്ലെ? ഞങ്ങളെ. അപ്പം അസ് ആണ് അവിടെ വരേണ്ടത്. മൈ പ്രീവിയസ് ബോസ് ഓൾവേസ് ഇൻസിസ്റ്റഡ് അസ് ടു ബി ഓൺ ടൈം. ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, ഇതും ചേഞ്ച് ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി അടുത്തൊരു സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ CSEB എന്ന് പറയുന്ന പരീക്ഷ എല്ലാ പ്രാവശ്യവും 3 എക്സാംസ്, ഒരു വർഷം കൂടിപ്പോയ 3 എക്സാംസ് നടക്കുന്ന ഒരു പാറ്റേണിൽ നിന്നും ഇപ്പൊ സത്യം പറഞ്ഞാൽ എത്ര എക്സാംസ് ആയി, അല്ലെ? ഇതിന്റെ എക്സാം പാറ്റേൺ മാറി എന്നുള്ളത് ഒരു സത്യമാണ്. സിലബസ് കൃത്യമായിട്ടൊരു സിലബസ് വന്നു, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഒരു കൃത്യതയോടുകൂടി വരികയും ചെയ്തു. ഒരുപാട് എക്സാംസ് നടക്കുന്നുണ്ട്. ഇപ്പൊ CC സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കഴിഞ്ഞ മാസം നവംബറിൽ വന്ന 2 ഫസ്റ്റ് റാങ്കും 2 സെക്കൻഡ് റാങ്കും CCക്കാണ്. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് അത്ര അധികം കയറി വരിക, ബിക്കോസ് അത്രയും എക്സാംസ് വരികയാണ്. അപ്പൊ കുട്ടികൾക്ക് ആ ഒരു അവസരം തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ അവർ നന്നായി പഠിക്കുക. സത്യം പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് പഠിച്ച് ആ ഒരു സിറ്റുവേഷനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിക്കുക. അവസരങ്ങൾ ഒരുപാടാണ്. 2026 എന്ന് പറയുന്നത്, 2025 നിങ്ങൾ തന്നെ കണ്ടത് എത്ര എക്സാംസ് നടന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും 2026 ഇപ്പൊ തുടങ്ങുമ്പോൾ തന്നെ ജനുവരിയിലെ എല്ലാ സൺഡേസും പരീക്ഷയാണ്, ഫെബ്രുവരി ആദ്യത്തെ 2 ആഴ്ചയും പരീക്ഷയാണ്, ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ പുതിയത് വരാനും പോവുകയാണ്. ഡെഫിനറ്റ്ലി നല്ല ഒരു സാഹചര്യമാണ് മക്കളെ നിങ്ങൾക്ക് മുന്നിലുള്ളത്. മത്സരിക്കുന്നത് നിങ്ങളുടെ യോഗ്യത മാത്രമുള്ളവരോടാണ്. അതായത് നിങ്ങൾ കോമൺ ആയിട്ട് എല്ലാ ഗ്രാജുവേറ്റ്സിനോടും ഒന്നുമല്ല മത്സരിക്കുന്നത്, വളരെ കുറച്ച് പേരോടാണ് നിങ്ങൾ മത്സരിക്കുന്നത്, അതും തിരഞ്ഞെടുത്ത ബാങ്കുകളിലേക്കാണ്. അപ്പം ഡെഫിനറ്റ്ലി പഠിക്കുക. ഓക്കെ, ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ ബാച്ചസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഞങ്ങളുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. 8921440580. പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഒരുപാട് കുട്ടികൾ ആ അവസരം മനസ്സിലാക്കി അടുത്ത വർഷം ഒരു ജോലിയിൽ കയറണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ വരുന്നുണ്ട്. കട്ട് ഓഫ് കയറി വരും, അല്ലെ? കട്ട് ഓഫ് ഏകദേശം 84 മാർക്കിലേക്ക് കട്ട് ഓഫ് എത്തി. 65 മാർക്കിൽ നിന്നും അല്ലെങ്കിൽ 64 മാർക്കിൽ നിന്നും 84 മാർക്കിലേക്ക് കട്ട് ഓഫ് എത്തി. സോ മക്കളെ നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് അവസരങ്ങളാണ് കൂടുതൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? പിക്ക് ഔട്ട് ദി ഇന്ററോഗേറ്റീവ് സെന്റൻസ്. എന്താണ് ഇന്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ? ഇന്ററോഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യനിങ്, അല്ലെ? ക്വസ്റ്റ്യൻ ചോദിക്കുക, അതാണ് ഇന്ററോഗേഷൻ. ഇന്ററോഗേറ്റീവ് സെന്റൻസ്, അതായത് ചോദ്യ രൂപത്തിലുള്ള സെന്റൻസ്. റിമെമ്പർ ടു കോൾ മീ ആണോ? അല്ല. ഐ എൻജോയ് റീഡിംഗ് ബുക്സ് ആണോ? അല്ല. വേർ യു ബോൺ? അതൊരു ചോദ്യമാണ്. സോ ഡെഫിനറ്റ്ലി ആൻസർ ഇസ് ഓപ്ഷൻ സി, വേർ യു ബോൺ. അപ്പൊ നമുക്ക് പെട്ടെന്ന് വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് കാണുമ്പോൾ ഒരു സംശയം തോന്നും, പക്ഷെ അത് ചോദ്യമല്ലതാ. അതിന്റെ അവസാനം കണ്ടോ, ഒരു എക്സ്ക്ലമേറ്ററി മാർക്കാ കിടക്കുന്നത്, അല്ലെ? സോ എക്സ്ക്ലമേറ്ററി മാർക്കാ കിടക്കുന്നത്, അതുകൊണ്ട് അത് ചോദ്യമല്ല, അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ സി, വേർ യു ബോൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡന്റിഫൈ ദി കറക്റ്റ് പ്രപ്പോസിഷൻ. വീണ്ടും the principal insisted dash attending the seminar. ഈ വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് പല എക്സാംസിനും ചോദിച്ചു കാണുന്ന ഒരു വാക്കാണ്. ഇൻസിസ്റ്റഡ്. കസ്റ്റമർ ഇൻസിസ്റ്റഡ് ഡാഷ് ബിൽ ഒരു LD എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻസിസ്റ്റഡ് എന്ന വാക്കിനോടൊപ്പം വരുന്നത് എന്താണ്? ഇൻസിസ്റ്റഡ് ഓൺ. കേട്ടോ, എന്താണ്? ഇൻസിസ്റ്റഡ് ഓൺ. മറക്കരുത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസിസ്റ്റഡ് ഓൺ. ഓക്കെ, ഇനി ചൂസ് ദി കറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഫോം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാസീവ് ആക്റ്റീവ് വോയിസ് നമ്മൾ എന്താ പറഞ്ഞത്? നമുക്ക് റൂൾസ് ഉണ്ട്, ഒരു 7 ടിപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെയും അതേപോലെ തന്നെ കുറച്ച് ടിപ്സ് ഉണ്ട്. ആ ടിപ്സ് മാത്രം പഠിച്ചാൽ മതി നമുക്ക് ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാനായിട്ട്. അല്ലാതെ ഇരുന്ന് ഇങ്ങനെ പഠിക്കാനുള്ള സമയവും ഇല്ല, മനസ്സും കുറവാണ്, അല്ലേ? അപ്പോൾ ടിപ്സ് മതി നമുക്കിവിടെ പഠിക്കാനായിട്ട്. നോക്കിക്കേ, ഹി സെഡ് ഐ ക്യാൻ ഫിനിഷ് ദി വർക്ക് ബൈ tomorrows. He said I can finish the work by tomorrow. നോക്കിക്കേ, ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് ആരാ? റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണ്. റിപ്പോർട്ടിംഗ് വെർബ്, ഈ സെഡ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വെർബ് ഉള്ളപ്പോൾ, ഓക്കെ, സെഡ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വെർബ് ഉള്ളപ്പോൾ നമുക്ക് ടെൻസ് ചേഞ്ച് വേണം. മനസ്സിലായോ? ടെൻസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈസ് അല്ലെങ്കിൽ ആർ ഉണ്ടെങ്കിൽ അതെന്താവണം? വാസ് അല്ലെങ്കിൽ വേർ ആവണം. പിന്നെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹാഡ് ആവണം.
അതോടൊപ്പം തന്നെ ക്യാൻ, വിൽ, ഷാൽ, മേ അങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ ക്യാൻ ഉണ്ടെങ്കിൽ കുഡ് ആവണം, മേ ഉണ്ടെങ്കിൽ മൈറ്റ് ആവണം, വിൽ ഉണ്ടെങ്കിൽ വുഡ് ആവണം, ഷാൽ ഉണ്ടെങ്കിൽ ഷുഡ് ആവണം. അപ്പൊ ഇങ്ങനെയുള്ളതാണ് ബേസിക് ടെൻസ് ചേഞ്ച്. അതല്ലാതെ ഉണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ടെൻസ് ചേഞ്ചിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ, ഐ ക്യാൻ ഫിനിഷ് ആണ്. സോ അവിടെ എന്ത് വരണം, ഐ കുഡ് വരണം അല്ലെ. സോ കുഡ് ഇല്ലാത്തതിനെ നമുക്ക് ആദ്യം വെട്ടാം, രണ്ടെണ്ണം പോയി അല്ലെ. ഇനി നോക്കിക്കേ, ഹി സെഡ് ദാറ്റ് ഹി കുഡ് ഫിനിഷ് ദി വർക്ക് ബൈ ടുമോറോ, ഹി സെഡ് ദാറ്റ് ഹി കുഡ് ഫിനിഷ് ദി വർക്ക് ബൈ ദി നെക്സ്റ്റ് ഡേ. കണ്ടോ, റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഒരിക്കലും ടുമോറോ, യെസ്റ്റർഡേ, ടുഡേ ഇങ്ങനെയുള്ള വാക്കുകൾ പറയില്ല. കാരണം ഞാൻ എങ്ങനെയാ പറയാ, നാളെ എന്നല്ല പറയാ, അടുത്ത ദിവസം എന്നേ പറയുള്ളൂ. റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റൊരാളോട് ഇയാൾ പറഞ്ഞു എന്നുള്ളതിനെ പറയുക. അപ്പൊ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു രീതി മാറും. സോ എങ്ങനെ വരും, നെക്സ്റ്റ് ഡേ അല്ലെ, ടുമോറോ നെക്സ്റ്റ് ഡേ ആവും, ടുഡേ ദാറ്റ് ഡേ ആവും, യെസ്റ്റർഡേ പ്രീവിയസ് ഡേ ആവും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ടുമോറോ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, ഹി സെഡ് ദാറ്റ് ഹി കുഡ് ഫിനിഷ് ദി വർക്ക് ബൈ ദി നെക്സ്റ്റ് ഡേ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചൂസ് ദി കറക്റ്റ് സിനോണിം ഫോർ ദി വേർഡ് ആസ്റ്റ്യൂട്ട്. ആസ്റ്റ്യൂട്ട് അതെന്താ, കണ്ട ഞാൻ നേരത്തെ പറഞ്ഞേ, വൊക്കാബുലറിയുടെ നിലവാരം പതുക്കെ പതുക്കെ കൂടി വരികയാണ്. സോ ആസ്റ്റ്യൂട്ട് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഫൂളിഷ് ആണോ, ഷ്രൂഡ് ആണോ, ഹോണസ്റ്റ് ആണോ, നെയ്വ് ആണോ? ഷ്രൂഡ് ആണ് അതിന്റെ അർത്ഥം. അതായത് ഗുഡ് അറ്റ് ജഡ്ജിങ് സംതിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, ജഡ്ജ് ചെയ്യുന്നതിൽ എക്സ്പേർട്ട്. അതാണ് ഷ്രൂഡ് അല്ലെങ്കിൽ ആസ്റ്റ്യൂട്ട് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, അങ്ങനെ ഒരാൾ നിങ്ങളുടെ ഓർമ്മയിലോ പരിചയത്തിലോ ഉണ്ടോ എന്നുള്ളത്. എങ്കിൽ അയാളെ കണക്ട് ചെയ്ത ആ വാക്ക് നിങ്ങൾ ഓർക്കുക. ഒരു വാക്കല്ല, രണ്ട് വാക്ക്, ആസ്റ്റ്യൂട്ടും ഷ്രൂഡും. കാരണം ഈ രണ്ട് വാക്ക് നമുക്ക് അത്രയ്ക്ക് അറിയാത്ത വാക്കാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ അറിയാമെങ്കിൽ നിങ്ങൾ അയാളെ എന്തായിട്ട് ഓർക്കുക, ആസ്റ്റ്യൂട്ടായിട്ടോ ഷ്രൂഡായിട്ടോ ഓർക്കുക. ഓക്കെ, ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ സമയം നമുക്ക് ഇന്നത്രേ ഉള്ളൂ. മറ്റൊരു ദിവസം ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി പറയുന്നു, കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ബിഗിനേഴ്സ് ബാച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട്, പവർഫുൾ ആയിട്ട്, നല്ല സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്ന ബാച്ചാണ്. കുറച്ചധികം നാളുകളായിട്ട് ഈ വർഷം 2025 CSEB എന്ന് പറയുന്ന ഞങ്ങളുടെ വെഞ്ചറിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ റാങ്ക് വന്നിരിക്കുന്നത്. അതും ആദ്യ റാങ്കുകൾ 1, 2, 3 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ ഉള്ള ഒരു കാര്യമാണ്. ഇനി നിങ്ങളുടെ സബ്ജക്റ്റോടൊപ്പം തന്നെ ഇംഗ്ലീഷ്, GK, മാത്സും നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. കാരണം അവിടെയും നമ്മളുടെ റാങ്ക് ഒളിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. നമ്മൾ പലപ്പോഴും പഠിക്കാതെ വിടുന്ന ഭാഗങ്ങളാണ്. ഒരു ടെൻഷനും വേണ്ട, വളരെ ഈസി ആയിട്ട് ടിപ്സോട് കൂടി നമുക്ക് പഠിക്കാം. ഇംഗ്ലീഷൊക്കെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അതെൻ്റെ ഉറപ്പാണ്. ഇങ്ങ് പോന്നോളൂ. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിൽ. നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളായിട്ട് ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.